PSC പരീക്ഷകളിൽ തെറ്റായ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായി ആക്ഷേപം. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തെറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 16 ചോദ്യങ്ങളാണ് റദ്ദാക്കിയത്. വിവിധ പരീക്ഷകളിൽ ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നൽകുന്നതും ഉദ്യോഗാർത്ഥികളെ കുഴക്കുന്നു. 3 ഘട്ടങ്ങളായാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ നടന്നത്. എല്ലാ ഘട്ടങ്ങളിലും തെറ്റായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് 1ാം ഘട്ടത്തിലെ 8ഉം 2ാം ഘട്ടത്തിലെ 7ഉം ചോദ്യങ്ങൾ PSC റദ്ദാക്കി. 3ാം ഘട്ട പരീക്ഷയിൽ 16 തെറ്റായ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഇതും പിന്നീട് റദ്ദാക്കി. ഇങ്ങനെ തുടർച്ചയായ വീഴ്ചകൾ ഉണ്ടാകുന്നത് PSCയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് ആക്ഷേപം. ഒരു 100 ക്വസ്റ്റ്യൻ പോലും മര്യാദക്ക് തെറ്റില്ലാതെ 100 ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പറ്റാത്ത ചോദ്യകർത്താക്കളാണോ കേരള PSCക്ക് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു വിശ്വാസ്യത പൂർണ്ണമായിട്ടും തകർക്കുന്ന ലെവലിലാണ് ഇപ്പോൾ കുട്ടികൾ ആകെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. PSC നടത്തുന്ന വിവിധ പരീക്ഷകളിൽ ഒരേ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ നൽകുന്നതും ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര് എന്നതിന് PSCയുടെ ഉത്തരം റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മറ്റൊരു പരീക്ഷയിൽ സെയിം ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്ന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ളപ്പോൾ അടുത്തൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് എഴുതണോ അതോ റാഷ് ബിഹാരി ബോസ് എഴുതണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. രാജ്യത്തെ മത്സര പരീക്ഷകളിൽ വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നെന്ന ആശങ്കകൾക്കിടെയാണ് PSC പരീക്ഷയിലും ഈ രീതിയിലുള്ള അലംഭാവം ഉണ്ടാകുന്നത്. സർക്കാർ ഉദ്യോഗം ലക്ഷ്യമാക്കി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന നടപടിയാണിത്. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.